ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റാറ്റ്സ് ഓൺ. ഇന്ന് നമ്മൾ +2 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചാപ്റ്റർ 4 റാൻഡം വേരിയബിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, മീൻ ആൻഡ് വേരിയൻസ് ഇവയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ റാൻഡം വേരിയബിൾസ് എന്ന് നോക്കാം. Consider the random experiment of tossing 2 coins simultaneously. നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. 2 കോയിൻസ് സെയിം ടൈമിൽ ടോസ് ചെയ്യുകയാണ്. ഏതൊരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെയും പോസിബിൾ ഔട്ട്കംസിൻ്റെ കളക്ഷൻ അഥവാ സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് അവർ സാമ്പിൾ സ്പേസ് ഈസ് ഹെഡ് ഹെഡ്, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ്, ടെയിൽ ടെയിൽ. അതായത് 2 കോയിൻസും സെയിം ടൈമിൽ ടോസ് ചെയ്യുമ്പോൾ മേ ബി രണ്ടും ഹെഡ് കാണിക്കാം, അതാണ് HH. അല്ലെങ്കിൽ ആദ്യത്തെ കോയിൻ ഹെഡും രണ്ടാമത്തെ കോയിൻ ടെയിലും കാണിക്കാം, അതാണ് ST. അല്ലെങ്കിൽ ആദ്യത്തേത് ടെയിലും രണ്ടാമത്തേത് ഹെഡും കാണിക്കാം, TH. ഒരു ചാൻസും കൂടിയുണ്ട്, 2 കോയിൻസും ടെയിൽ കാണിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട് നമ്മുടെ സാമ്പിൾ സ്പേസിൽ. ലെറ്റ് എക്സ് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റെയിൻഡ്. നമ്മളൊരു വേരിയബിൾ എടുക്കുകയാണ് എക്സ്. എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റെയിൻഡ്, നമ്മുടെ ഔട്ട്കമ്മിൽ നമ്പർ ഓഫ് ടെയിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് എന്തൊക്കെ വാല്യൂസ് പോസിബിൾ ആകും നോക്കാം. എക്സിന് 0 പോസിബിളാണ്, 1 പോസിബിളാണ്, 2 പോസിബിളാണ്. എക്സിന് 0 പോസിബിൾ ആകുന്ന കണ്ടീഷൻ എപ്പോഴാണ്? അതായത് അവിടെ ഒരു ടെയിലും ഉണ്ടാകരുത്. അങ്ങനെ ഒരേ ഒരു ഇതുള്ളൂ, അതാണ് രണ്ടും ഹെഡ് ആകുന്നത്, 2 കോയിനും ഹെഡ് ആകും, അതാണ് HH. എക്സിന് 1 ആകുന്ന 2 കണ്ടീഷൻ ഉണ്ട്, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ്. ഓക്കെ, എക്സിന് 2 വാല്യൂ കിട്ടുന്ന ഒരേ ഒരു കണ്ടീഷനാണുള്ളത്, അതാണ് TT. അപ്പം എക്സിൻ്റെ പോസിബിൾ വാല്യൂസാണ് 0, 1, 2. ഓക്കെ, we have introduced a variable x called the random variable whose values are determined by the result of the random experiment. ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം വേരിയബിൾ. We can also consider x as a function with sample space s as domain and range as 0, 1, 2. എക്സിന് നമ്മൾ സാമ്പിൾ സ്പേസിലുള്ള എസ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, വിത്ത് ഡൊമൈൻ ആൻഡ് റേഞ്ച് 0, 1, 2. റാൻഡം വേരിയബിൾസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ റാൻഡം വേരിയബിൾ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് എന്ത്? റാൻഡം വേരിയബിൾ. When the value of a variable is determined by the outcome of a random experiment, that variable is called a random variable. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ആണെങ്കിൽ ആ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയണത്? റാൻഡം വേരിയബിൾ. അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് കൂടിയാണ്. ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ്. എന്തൊക്കെയാണ് റാൻഡം വേരിയബിൾസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ നീളം. നമ്പർ ഓഫ് എറേഴ്സ് ഇൻ എ ഫോൺ ബുക്ക്. ടുഡേയ്സ് ടെമ്പറേച്ചർ, ഇന്നത്തെ ടെമ്പറേച്ചർ. പിന്നെ ഒരു ഫോൺ ബുക്കിൽ ഉണ്ടാകുന്ന എറേഴ്സ്. ആൻഡ് ദ സ്കോർസ് ഓഫ് സ്റ്റുഡൻറ്റ് ഇൻ ആൻ എക്സാമിനേഷൻ, ഒരു എക്സാമിന് കുട്ടികളുടെ സ്കോർസ്. അതെല്ലാം എന്താണ്? റാൻഡം വേരിയബിൾസിന് എക്സാമ്പിൾസ് ആണ്. Usually capital letters of English alphabet is used to represent random variables. റാൻഡം വേരിയബിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ എടുത്തത് ക്യാപിറ്റൽ എക്സ് ആയിട്ടായിരുന്നു റാൻഡം വേരിയബിൾ. ഓക്കെ, അങ്ങനെ ക്യാപിറ്റൽ Y എക്സെട്ര നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2 types of random variables ഉണ്ട്. ഫസ്റ്റ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് അനദർ വൺ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിളിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് അവിടെ പറയുന്നത്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് എ കോൾ സെൻറ്റർ ഇൻ എ മന്ത്.
ഫസ്റ്റ് കേസ് നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിലെ കുട്ടികളുടെ എണ്ണം. അത് നമുക്ക് എന്താ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? കൗണ്ട് ചെയ്യാൻ പറ്റും. അത് എണ്ണിത്തീരാവുന്നതുമാണ്, അതായത് ഫൈനൈറ്റ് ആണ്. രണ്ടാമത്തെ കേസ് നോക്കൂ. നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് എ കോൾ സെൻറ്റർ ഇൻ എ മന്ത്. ഒരു മാസത്തിൽ ഒരു കോൾ സെൻറ്ററിൽ റിസീവ് ചെയ്യുന്ന നമ്പർ ഓഫ് കോൾസ് അത് എത്രയായിരിക്കും അല്ലേ? അതെന്താ പറയുക, കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഫൈനൈറ്റ് അല്ല, അത് ഇൻഫൈനൈറ്റ് ആവുന്നു. In the first case, the number of possible values of a random variable is finite. In the second case, the number of possible values is countably infinite. In both cases, the random variable is said to be discrete random variable. ഈ രണ്ട് കേസിലും നമ്മുടെ റാൻഡം വേരിയബിൾ എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വാക്ക് പറയുന്നത് ഒരു വോൾ നമ്പർ ആയിരിക്കും. ഈ ഡെസിമൽസ് ഒന്നും അതിലുണ്ടാകില്ല. ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ഒന്നും പോസിബിൾ അല്ല. Discrete random variables are random variables associated with the discrete variables. Okay. A random variable is said to be discrete random variable if it's assumed finite or countably infinite number of values. ഒരു discrete random variable finite ആകാം, അല്ലെങ്കിൽ infinite number of countably infinite numberും ആവാം. Okay. Discrete random variablesന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് ഹൗസസ് ഇൻ എ സെർട്ടൈൻ വില്ലേജ് ഓഫ് എ ഡിസ്ട്രിക്ട്. ഒരു ഡിസ്ട്രിക്റ്റിൽ പെർട്ടിക്കുലർ വില്ലേജിലുള്ള നമ്പർ ഓഫ് ഹൗസസ്. ഒരു സ്കൂളിലെ ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ എണ്ണം. എയർലൈൻസിൽ ഒരു ദിവസം റിസീവ് ചെയ്യുന്ന കംപ്ലയിൻസ്. ഫോർത്ത് വൺ, ഒരു ഹവറിൽ ബാങ്കിൽ വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം. ഇതെല്ലാം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഈ പറഞ്ഞ 4 കേസിലും the range of a random variable contains a finite number of values or countably infinite number of values. നേരത്തെ പറഞ്ഞ പോലെ ഫൈനൈറ്റ് ഉണ്ട്, കൂടാതെ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ 1 എന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കോയിനിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അതായത് കോയിൻ ഒറ്റൊരു കോയിനാണ്, നമ്മൾ ടോസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ എടുക്കുന്ന എക്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന സാമ്പിൾ പോയിൻറ്റ്സ് എന്താണ്? അതാണ് ടെയിൽ ഹെഡ്, അതാണ് TH എന്ന് എഴുതിയിരിക്കുന്നത്. എക്സ് T കിട്ടുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. കാരണം എക്സ് എടുക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ T കിട്ടിയാൽ എന്താണ്? അവിടെ ഹെഡ് ഇല്ല, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0. ഹെഡ് കിട്ടിയാൽ എക്സിൻ്റെ വാല്യൂ അവിടെ 1. ഇതേ സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ഇതേ കോയിന് നമ്മൾ ടോസ് ചെയ്യാണ്. പക്ഷെ എന്താ വെച്ചാൽ 2 കോയിനാണ് നമ്മൾ ഒരുമിച്ച് ടോസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാമ്പിൾ പോയിൻറ്റ്സ് ഫസ്റ്റ് പറഞ്ഞതുപോലെ 4 സാമ്പിൾ പോയിൻറ്റ്സ് ആണ്. ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ്. ഓക്കെ, എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ ടെയിൽ കിട്ടുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0, ഹെഡ് ടെയിൽ കിട്ടുമ്പോൾ 1, ടെയിൽ ഹെഡ് കിട്ടുമ്പോൾ 1, ഹെഡ് കിട്ടുമ്പോൾ 2. ഓക്കെ, അടുത്തത് നമ്മൾ 3 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് ആണ് ഹെഡ് ടെയിൽ. ഓക്കെ, നമുക്ക് 2n ആണ് സാമ്പിൾ സ്പേസ് കിട്ടുക. n എന്ന് പറഞ്ഞാൽ എത്ര കോയിൻസ് ടോസ് ചെയ്യുക. അതായത് ഫസ്റ്റത്തെ എക്സാമ്പിളിൽ നമ്മൾ ഒരു കോയിനാണ് ടോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 2, അതായത് 2 സാമ്പിൾ പോയിൻറ്റ്സ് കിട്ടി. എക്സാമ്പിൾ 2ൽ 2 കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ 2 2, അതായത് 2 സ്ക്വയർ, 4 സാമ്പിൾ പോയിൻറ്റ്സ് കിട്ടി. ഇവിടെ 3 കോയിൻസ് ടോസ് ചെയ്തു. 2 ക്യൂബ്, 2 3, അതായത് 8 കോയിൻസ്, നമുക്ക് 8 സാമ്പിൾ പോയിൻറ്റ്സ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ഓഫ് ദ റാൻഡം വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഹെഡ് വരുമ്പോൾ 3 എണ്ണം, അങ്ങനെ എക്സെട്ര TT വരുമ്പോൾ 0 വരെ കിട്ടും. എക്സാമ്പിൾ 4, a die is rolled 2 times. Let x represent the sum of face values turns up. ഒരു ഡൈ 2 പ്രാവശ്യം എറിഞ്ഞു, 2 ടൈംസ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ആ ഡൈയിൽ ഫേസിൽ കാണിക്കുന്നവയുടെ സമ്മേളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ഒരിക്കലും 1 ആകൂല. കാരണം 1 ആകണമെങ്കിൽ മറ്റേ ഡൈയിൽ 0 കാണിക്കണം അല്ലേ? അങ്ങനെ ഡൈയിൽ 0 എന്ന് പറഞ്ഞ നമ്പർ ഇല്ല. 1 2 3 4 5 6 ഉള്ളൂ. അപ്പം അതിൻ്റെ സമ്മേള ഏതൊക്കെയായിരിക്കും? വാല്യൂസ് 2 3 4 5 6 7 8 9 10 11 12. മാക്സിമം വാല്യൂ 12, മിനിമം വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ അവിടെ എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്.
എക്സാമ്പിൾ 5, ദ നമ്പർ ഓഫ് ടോസസ് ഓഫ് എ കോയിൻ അണ്ടിൽ എ ഹെഡ് അപ്പിയേഴ്സ്. ഒരു ഹെഡ് കിട്ടുന്നത് വരെ നമ്മൾ കോയിൻ ടോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം ഒറ്റൊരു ടോസിൽ നമുക്ക് നിർത്താം, ആദ്യത്തേൽ തന്നെ ഹെഡ് കിട്ടും. ചിലപ്പം റിപ്പീറ്റ് ചെയ്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, കാരണം അങ്ങനെ അതിൽ ഫുള്ള് ടെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹെഡ് കിട്ടുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ട് എക്സ് ടേക്സ് ദ വാല്യൂസ് 1 2 3 4 5 എക്സെട്ര. അതെന്താണ്, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. എക്സും വൈയും 2 റാൻഡം വേരിയബിൾസും എയും ബിയും 2 കോൺസ്റ്റൻറ്റുമാണെങ്കിൽ ഒരു റാൻഡം വേരിയബിളുടെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് കൂട്ടിയാൽ അതൊരു റാൻഡം വേരിയബിളാണ്. ഒരു റാൻഡം വേരിയബിളുടെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ചെയ്താൽ അതൊരു റാൻഡം വേരിയബിളാണ്. 2 റാൻഡം വേരിയബിൾ കൂടി കൂട്ടിയാലും ഗുണിച്ചാലും അത് റാൻഡം വേരിയബിളാണ്. ഒരു റാൻഡം വേരിയബിളിൻ്റെ റെസിപ്രോക്കൽ റാൻഡം വേരിയബിളാണ്. 2 റാൻഡം വേരിയബിൾസിന് ഡിഫറൻസ് റാൻഡം വേരിയബിളാണ്. രണ്ടിനെയും കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്ത് AX + BY ചെയ്താലും അതും ഒരു റാൻഡം വേരിയബിളാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അങ്ങോട്ടുള്ള ബാക്കിയുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്